ദൈവാത്മാവിൻ്റെ ഒരു നിയോഗത്തോട് എനിക്ക് അത് വായിച്ച് പ്രബോധിപ്പാൻ ദൈവം കൃപ നൽകുന്നു. പ്രാർത്ഥനയോട് ദൈവസന്നിധി ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി തൊട്ട് സംസാരിക്കുവാൻ കഴിയും. അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയെ സ്തുതിപ്പീൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. സ്തുതിപ്പീൻ എന്ന ആഹ്വാനത്തോട്, യഹോവയെ സ്തുതിപ്പീൻ എന്ന ആഹ്വാനത്തോട് ഈ സങ്കീർത്തനം ആരംഭിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ സങ്കീർത്തനത്തിൽ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണമെന്ന് ഇവിടെ പിന്നെയും ആഹ്വാനം ചെയ്യുകയാണ്. ഈ സങ്കീർത്തനം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇരട്ട സമാന പദങ്ങൾ ഈ സങ്കീർത്തനത്തിലുണ്ട്. ഒന്നാമത്തെ വാക്യത്തിൽ സംഘത്തിലും സഭയിലും, അതുപോലെ മൂന്നാം വാക്യത്തിൽ മഹത്വവും തേജസ്സും, നാലാം വാക്യത്തിൽ കൃപയും കരുണയും, ഏഴാം വാക്യത്തിൽ സത്യവും ന്യായവും. ഇനി നിങ്ങൾ മനസ്സിലാക്കി വായിക്കുമ്പോൾ ഇനിയും ഇങ്ങനെയുള്ള പദങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു: നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും. 31-ാം സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്, ഒന്നാം വാക്യത്തിൽ: നീതിമാന്മാരെ യഹോവയിൽ ഉല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം. സ്തുതിക്കുന്നത് ആർക്കാണ് ഉചിതം? നേരുള്ളവർക്ക് അത് ഉചിതമാണ്. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ഇവിടെ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണമെന്ന് കാണുന്നു. സംഘം എന്നാൽ എന്താണ്? സഭ എന്നാൽ എന്താണ്? നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. സംഘം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചെറിയ കൂട്ടമാകാം, കുടുംബ പ്രാർത്ഥനയാകാം, രഹസ്യ പ്രാർത്ഥനയാകാം, ചെറിയൊരു കൂടിവരവൊക്കെ ആയിരിക്കാം. എന്നാൽ സഭ എന്ന് പറയുന്നത് അനേകർ ഒന്നിച്ച് പല ഭവനങ്ങളായി വന്നു ചേർന്ന് ഇന്ന് നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നത് പോലെ ആരാധന കൂട്ടത്തെയാണ് സഭ എന്ന് പറയുന്നത്. എന്നാൽ ഈ രണ്ട് ഘട്ടങ്ങളിലും, ഈ രണ്ട് ഇടങ്ങളിലും കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട് സ്തോത്രം ചെയ്യണമെന്നാണ് ആഹ്വാനം ചെയ്യുന്നത്. ആമേൻ. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ആവർത്തന പുസ്തകത്തിലും എല്ലാം ഉണ്ട് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, ആമേൻ, കർത്താവിനെ സ്നേഹിക്കണം, സേവിക്കണം, ആരാധിക്കണം എന്നുള്ള പദങ്ങളൊക്കെ ഉണ്ട്. ആമേൻ, വാക്യങ്ങളുണ്ട്. അപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വന്നു ചേരുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ്, എല്ലാ പുകഴ്ചയും ആരാധനയും അർപ്പിക്കുവാനാണ്. അത് പൂർണ്ണ ഹൃദയത്തോടായിരിക്കണമെന്ന് പ്രത്യേകം ഇവിടെ ഓർപ്പിക്കുന്നു. ആമേൻ. ഇവിടെ രണ്ടാം വാക്യത്തിൽ വായിക്കുന്നു, രണ്ടാം വാക്യം വായിച്ചോട്ടെ. രണ്ടാം വാക്യം ഇവിടെ വായിക്കുന്നു: യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടിയവയും ആകുന്നു. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയാണ്. അപ്പൊ കർത്താവിനെ ഇഷ്ടപ്പെടുന്നവർ, കർത്താവിനെ അന്വേഷിക്കുന്നവർ, കർത്താവിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവര്, ആമേൻ, ആ ഇഷ്ടപ്പെടുന്നവരൊക്കെയും ഒന്ന് ശോധന ചെയ്യണം. എന്താണ് ശോധന ചെയ്യേണ്ടത്? കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് വലിയ കാര്യങ്ങളെ ഓർത്ത് ശോധന ചെയ്യണം. എന്താണ് വലിയ കാര്യങ്ങൾ? ഏറ്റവും വലിയ കാര്യം പാപച്ചേറ്റിൽ കിടന്നതായിരുന്ന നമ്മെ വിടുവിച്ച് ഒരു കണ്ണിനും ദയയില്ലായിരുന്ന സ്ഥാനത്ത് ക്രൂശിലെ സ്നേഹം, ആ ത്യാഗം, പിതാവാൻ ദൈവം തന്റെ ഓമന കുമാരനെ തന്ന് നമ്മെ വിടുവിച്ച സ്നേഹം ഓർത്തോർത്ത് ദൈവത്തെ ഒന്ന് കരങ്ങൾ അടിച്ച് ഒന്ന് മഹത്വപ്പെടുത്തിയേ. ഇതാണ് വലിയ പ്രവൃത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്ന 4-5 വാക്യത്തിലുണ്ട്: കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം എന്നല്ലേ അവിടെ കാണുന്നത്. ആ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിച്ചു, നമ്മെ ക്രിസ്തുവിൽ ജീവിപ്പിച്ചു. കൃപയാൽ അത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കൃപയാൽ അത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപ എന്ന രണ്ടക്ഷരം നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകരുത്. അർഹിക്കാത്ത സ്ഥാനത്ത് ലഭിച്ച ദാനമാ കൃപ. ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന സ്ഥാനത്ത് നമ്മെ രക്ഷിച്ച ദൈവത്തിന്റെ മഹാസ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു.
അനേക ഭവനങ്ങൾ കൊട്ടിയടച്ചപ്പോൾ ഒന്ന് ഹൃദയമാകുന്ന ഭവനം ഒന്ന് തുറന്നതാ. കാര്യം കർത്താവിന്റെ സന്നിധി നമ്മുടെ ഹൃദയം ഒന്ന് തുറന്നതാ. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന കർത്താവിന്റെ വചനം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഈ ഭാഗത്തെല്ലാം അടുത്ത വാക്യങ്ങളിലൊക്കെ അനേക വളരെ പ്രധാന വാക്യങ്ങളാണെങ്കിലും മറ്റു വാക്യങ്ങൾ ഒന്നും പോകാതെ പരിശുദ്ധാത്മാവ് ഞാൻ ധ്യാനിച്ച ഒരു വാക്യം മാത്രം പറഞ്ഞ് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 11-ാം വാക്യം വായിക്കാം. 11-ാം. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്, അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. മതി. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഹോവ ഭക്തി തുടങ്ങുമ്പോൾ ജ്ഞാനം ആരംഭിച്ചുകൊണ്ടിരിക്കുക. ഭക്തി കൂടുന്തോറും ഈ ജ്ഞാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്നവർക്ക്, അത് പ്രധാനമായി കാണുന്നവർക്ക് എന്തുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? വളരെ ബുദ്ധിയുണ്ട്. വലിയ ഭയങ്കര ബുദ്ധി, നല്ല ബുദ്ധിയുണ്ടെന്ന് അവിടെ കാണുന്നത്. ആമേൻ. ജ്ഞാനമുണ്ട്. ആമേൻ. ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഭക്തി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ഭയപ്പെട്ട ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിച്ചാൽ ഈ ഉയരത്തിലെ ജ്ഞാനം നമുക്ക് ദൈവം നൽകി തരും. ഹല്ലേലൂയ. സദൃശവാക്യം 1-ാം അധ്യായം 7-ാം വാക്യത്തിലും സമാന വാക്യമുണ്ട്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ വായിച്ചാട്ടെ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും എന്ത് ചെയ്യുന്നു? നിരസിക്കുന്നു. അടുത്തത്, മകനെ അപ്പന്റെ പ്രബോധനം കേൾക്കുക. നിർത്തി വായിക്കണം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, എന്നാൽ ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ആമേൻ ദൈവിക ജ്ഞാനം നിരസിക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ദൈവത്തോടുള്ള ഭക്തിയും ഒക്കെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, അത് പറയാതിരിക്കാൻ വയ്യ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. 2-ാം ഭാഗത്ത് നമുക്ക് ഈ ഭാഗം വായിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നിർത്തി വായിക്കണം. നമുക്കറിയാം വിദ്യാഭ്യാസം കൊണ്ട് ലോക അറിവൊക്കെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ ദൈവിക ജ്ഞാനം ലഭിക്കണമെങ്കിൽ ഈ പുസ്തകത്തിൽ നിന്നേ കിട്ടത്തുള്ളൂ. ദൈവത്തെ ഭയപ്പെടുമ്പോഴേ കിട്ടത്തുള്ളൂ. അതിനൊക്കെ തെളിവുകൾ എത്രയോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്രയോ നിഷ്ഠൂര പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ നോക്കിയാൽ മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞവർ, നല്ല വിദ്യാഭ്യാസമുള്ളവര്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, ഇത്രയും വിദ്യാഭ്യാസമുള്ളവനാണോ ഈ കൊലപാതകം ചെയ്തത്? ഹല്ലേലൂയ. നമ്മുടെ ഈ അടുത്ത സമയത്ത് തന്നെ ഇന്ന് പേപ്പറിലൊക്കെ വളരെ ഇങ്ങനെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അതുപോലെ 100 സംഭവങ്ങളാണ്. ഈ ഗ്രീഷ്മ, ഈ പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനെയൊക്കെ കൊല്ലാൻ വിദ്യാഭ്യാസം കുറഞ്ഞതുകൊണ്ടാണ്. ദൈവിക ജ്ഞാനമില്ല. ദൈവഭക്തി ഇല്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവിക ജ്ഞാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. യഹോവ ഭക്തി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രലോഭനങ്ങൾ അവരെ ദൈവത്തിൽ അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് ഈ കാലഘട്ടം എന്നുള്ളത്. കുറഞ്ഞ പക്ഷം ദൈവമക്കളുടെ കുഞ്ഞുങ്ങളെങ്കിലും നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിക്കണമെന്ന് ഞാൻ ആശിച്ചു പോകുകയാണ്. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഈ തീവ്രവാദികളൊക്കെ ഈ സ്വയം ബോംബറാകുന്നു. ഞാൻ ഈ സിറിയയിലൊക്കെ വായിച്ച് നിങ്ങൾ മറന്നുപോയി കാണും. അവര് സ്വയം പൊട്ടി മരിക്കാൻ തയ്യാറെടുത്തത് ഭയങ്കര വിദ്യാഭ്യാസമുള്ള പിള്ളേരായിരുന്നു. വിദ്യാഭ്യാസം കുറഞ്ഞതുകൊണ്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? അല്ല. ദൈവിക ജ്ഞാനമില്ലാതെ, യഹോഭക്തി ഇല്ലാതെ, ആമേൻ 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 ഈ ലോകത്തിന്റെ അറിവുകൾ മാത്രം ലഭിക്കുന്നവർക്ക് ഹല്ലേലൂയ ആമേൻ ആമേൻ ഇതൊക്കെ ആമേൻ ചെയ്യുവാൻ കഴിയുന്നുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് അവര് ഇന്ന് ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞു. ഇവിടേക്ക് ഒരു അമ്മയെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു, ഒരു മകൻ. ഹല്ലേലൂയ. ഇതൊക്കെ എന്താണെന്ന് അറിയാമോ? ദൈവിക ജ്ഞാനമില്ല. യഹോവ ഭക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിയുണ്ട്. സദൃശവാക്യങ്ങൾ അടുത്ത വാക്യം വായിച്ചു. മകനെ അപ്പന്റെ പ്രബോധനം കേൾക്കുക. മകനെ അപ്പന്റെ പ്രബോധനം എന്ത് ചെയ്യണം? കേൾക്കണം. ഇന്ന് അപ്പന് അടുത്ത വാക്യം, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അമ്മയുടെ
ഉപദേശം എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കുകയും അരുത്. 8-ാം വാക്യമാണ്. അതിനുശേഷം 9-ാം വാക്യമാണ് വായിച്ചത്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന തലമുറകൾ കൂടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്തറിയാം എന്നാണ് ചോദിക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, അപ്പന്റെ ഉപദേശം നിങ്ങൾ മറക്കരുത്. അപ്പന്റെ പ്രബോധനം മറക്കരുത്. അമ്മയുടെ ഉപദേശം മറക്കരുത്. അത് മറക്കാതെ ഹല്ലേലൂയ ആമേൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾക്കെല്ലാം വളരെ സുപരിചിതം. അതോടൊന്ന് വായിച്ചാൽ നന്നായിരിക്കും. എഫേസ്യ ലേഖനം 6:1. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുവിൻ. നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കണമെന്ന് പറയുകയാണ്. അടുത്തത്, അത് ന്യായമല്ലോ. അത് ന്യായമാണ് കേട്ടോ. അടുത്തത്, നിനക്ക് നന്മയുണ്ടാകുവാനും. നിനക്ക് നന്മയുണ്ടാകുവാൻ, നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കുവാനും. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. 10 കമാൻഡ്മെന്റിൽ പെട്ട ഒരു കാര്യമാണ് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്നുള്ളത്. ആമേൻ. നമ്മളെ സദൃശവാക്യങ്ങളിലേക്ക് വീണ്ടും വന്നാട്ടെ. അതിന്റെ 9-ാം വാക്യം താഴോട്ടൊന്ന് വായിച്ചേ. അവ നിന്റെ ശിരസിന്. നീ അപ്പനെയും അമ്മയും അനുസരിച്ച് കഴിഞ്ഞാൽ, അപ്പന്റെ പ്രബോധനം ഏറ്റെടുത്ത് നീ മുന്നോട്ട് പോയാൽ, അമ്മയുടെ ഉപദേശം നീ കൈക്കൊണ്ടു കഴിഞ്ഞാൽ നിനക്ക് എന്താ? നിന്റെ ശിരസിന് അലങ്കാരമാലയും. അവ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളിയും ആയിരിക്കും. അമ്മയുടെ ഉപദേശവും പ്രബോധനങ്ങൾ നമ്മൾ മറക്കരുത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവം നമുക്ക് തന്ന വാഗ്ദത്ത സന്തതികളാണ്. അവരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദേശത്ത് സാക്ഷ്യമുള്ളവരായി കുറ്റകൃത്യങ്ങളൊന്നും അകപ്പെടാതെ ദേശത്ത് നിലനിൽക്കണമെങ്കിൽ യഹോവ ഭക്തിയെ മുറുകെ പിടിക്കണം. കാലഘട്ടത്തിൽ ആവശ്യമാണ്. അതിലേക്കുപരി അപ്പൻ അതേ പറഞ്ഞു കൊടുക്കണം, അമ്മ പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. ഉപദേശങ്ങൾ ഒരയവും വരുത്തരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മക്കളെ, അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കണമെന്നും 6-ാം അധ്യായം എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോട് ഉള്ള ഭക്തിയെ ഉപദേശിച്ചു തരാമെന്ന് അവിടെയും കാണുന്നുണ്ട്. 34-ാം സങ്കീർത്തനത്തിലാണ്. അതിന്റെ 11-ാം വാക്യത്തിൽ കാണുന്നു, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. സദൃശവാക്യം 4-ാം അധ്യായം ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എത്ര ഭംഗിയായിട്ട് ജ്ഞാനിയായ ശലോമോൻ വിവരിച്ചിരിക്കുന്ന 4-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. മക്കളെ, അപ്പന്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിക്കുവിൻ. എല്ലാം വാക്യം വായിക്കാൻ നമ്മുടെ മുൻപിൽ സമയമില്ല. 5-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ. ജ്ഞാനം സമ്പാദിക്കുക. ജ്ഞാനം നീ സമ്പാദിക്കണം. വിവേകം നേടുക. വിവേകം നീ നേടണം. മറക്കരുത്, എന്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്. എന്റെ വചനങ്ങളെ വിട്ട് മാറുകയും അരുത്. 1 ജ്ഞാനം, വിജ്ഞാനം സമ്പാദിക്കണം. 2 വിവേകം നേടണം എന്ന് പറഞ്ഞാൽ ഒരു ഉൾക്കാഴ്ച നേടണം. എന്റെ വചനങ്ങളെ വിട്ടു മാറുകയും അരുത്. അതിനെ നീ ഉപേക്ഷിക്കരുത്. ആമേൻ. ഏതാ ആ വചനത്തെ നീ ഉപേക്ഷിക്കരുതെന്ന്, അതിൽ പ്രിയം വയ്ക്കുക. അത് നിന്നെ സൂക്ഷിക്കും. ഹല്ലേലൂയ. അപ്പോൾ വചനം നമ്മെ സൂക്ഷിക്കും. വചനത്തെ സ്നേഹിക്കണം. ഹല്ലേലൂയ. അതിൽ പ്രിയം വയ്ക്കണം. ജ്ഞാനം, പ്രബോധനം. 7-ാം വാക്യം. അതിനെ ഉപേക്ഷിക്കുകയും അരുത്, അത് നിന്നെ കാക്കും. അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്കുക. നിന്റെ സകല സമ്പാദ്യത്താൽ വിവേകം നേടുക.
അതിനെ ഉയർത്തുക. അതിനെ നീ എന്ത് ചെയ്യണം? ഉയർത്തുക. അത് നിന്നെ ഉയർത്തും. അത് നിന്നെ ഉയർത്തും. വചനത്തെ ഉയർത്തണം. ജ്ഞാനം നാം സമ്പാദിക്കണം. ജ്ഞാനം ഉയർത്തി കഴിഞ്ഞാൽ അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം അത് വരുത്തും. നിനക്ക് മാനം വരുത്തും. എന്ത്? ജ്ഞാനം. ജ്ഞാനം അത് നിനക്ക് മാനം വരുത്തുന്നതാ. അടുത്തത്, അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും. അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും. അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. മകനെ, കേട്ട് എന്റെ വചനങ്ങളെ കൈക്കൊള്ളുക. മകനെ, കേട്ട് എന്റെ വചനങ്ങളെ കൈക്കൊള്ളുക. എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. മതി. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഈ പുസ്തകം നോക്കി ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ ആമേൻ ദിനംതോറും വായിച്ച് മനസ്സിലാക്കി ഹല്ലേലൂയ ആ ഭക്തിയെ ചേർത്ത് പിടിച്ചോണം. ജ്ഞാനത്തെ ചേർത്ത് പിടിച്ചോണം. ആമേൻ. ഹല്ലേലൂയ. ഈ ജ്ഞാനമാണല്ലോ നമ്മുടെ വിഷയം. ആമേൻ. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്നല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. യാക്കോബ് അപ്പോസ്തലൻ, കർത്താവിന്റെ അർത്ഥ സഹോദരനായ യാക്കോബ് അപ്പോസ്തലൻ ജ്ഞാനത്തെ കുറിച്ച്, അപ്പോൾ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഭക്തിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 1:27 വായിച്ചേ. ഭക്തി എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും. നോക്കിയേ, യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു ശുദ്ധവും നിർമ്മലവുമായ. അത് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് അത് എന്താണെന്ന് അവിടെ വിവരിച്ചിട്ടുണ്ട്. സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. അതേതാണ്? അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും. ഒന്നാമത്തെ ഭാഗം അത്. രണ്ടാം ഭാഗം അടുത്ത ഭാഗമാണ്. അതോടെ വായിച്ചാട്ടെ. ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം. ആദ്യത്തേതിന് എത്ര പ്രസക്തിയുണ്ടോ രണ്ടാമത്തേതിനും അതേപോലെ പ്രസക്തി അവിടെ കാണുകയാണ്. ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. താൻ കാത്തുകൊള്ളുകയും ചെയ്യണമെന്ന്. അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുക മാത്രമല്ല, രണ്ടാമത് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കണം. ഈ രണ്ട് തലങ്ങളും ആമേൻ ആവശ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അല്ലാത്ത ഭക്തി വ്യർത്ഥമാണെന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ലോകത്താലുള്ള കളങ്കം പറ്റാതെ സൂക്ഷിക്കണം. സ്നേഹത്തിന്റെ പ്രവൃത്തി മാത്രമല്ല, അതുപോലെ പ്രാധാന്യം തന്നെത്താൻ സൂക്ഷിക്കുന്നതിലുമുണ്ട്. രണ്ട് സ്റ്റേജുകൾ, രണ്ട് തലങ്ങളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിന് ആമേൻ നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. വിശുദ്ധന്മാരും വിശുദ്ധമതിയരും ദേശത്ത് സാക്ഷ്യമുള്ളവരാകണം, വിശുദ്ധന്മാരായിരിക്കണം. ആമേൻ. ആമേൻ. നിർമ്മല മനസാക്ഷിക്ക് ഉടമയായിരിക്കണം. വേർപാടിന് വേണ്ടി നിൽക്കുന്നവരാകണം. ദൈവത്തെ ഭയപ്പെടുന്നവരാകണം. ദൈവത്തെ ഭയപ്പെടുന്നവർക്കാണല്ലോ ഭക്തി ഭക്തിയോടെ ജീവിക്കാൻ കഴിയുന്നത്. അല്ലാത്ത ഭക്തി പ്രകടനങ്ങളല്ലേ. ഭക്തി അല്ലാത്ത ഭക്തികളൊക്കെ വ്യർത്ഥമാണെന്നാണ് തിരുവചനം പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഭക്തി ആമേൻ ജ്ഞാനത്തിന്റെ ആരംഭമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ എന്താണ് യഥാർത്ഥ ഭക്തി എന്ന് നമ്മൾ തിരിച്ചറിയണം. യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിലാണ് നമ്മൾ ഭക്തിയുടെ ഒരു ഭാഗം കണ്ടത്. എന്നാൽ 39-ാം സങ്കീർത്തനം അതിന്റെ ആമേൻ സ്തോത്രം 1-ാം വാക്യം വായിക്കുന്നു. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു. മതി. അപ്പോൾ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഭക്തിയെ മുറുകെ പിടിക്കണം. യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ തന്നെയുണ്ട്. അതിന്റെ മുകളിൽ നമ്മൾ മുമ്പേ വായിച്ച ഭാഗത്തിന് മുകളിലായിട്ടൊരു വാക്യമുണ്ടല്ലോ. 1:26 എന്ന് വായിച്ചേ. 1:26 യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം 1:26. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ, നിങ്ങളുടെ നാവിനെ കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. അവന്റെ ഭക്തി വ്യർത്ഥമാണ്. നമ്മൾ ഭക്തിയുടെ വേഷം ധരിക്കാൻ കഴിയും, പക്ഷെ അത് പ്രാവർത്തികമാകണമെന്നുണ്ടെങ്കിൽ നാവിനെയും നമ്മൾ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം.
നാവിനെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നാവ് കൊണ്ട് പാപം ചെയ്യുവാൻ കഴിയും, ചെയ്യാതിരിക്കുവാൻ കഴിയും. അപ്പോൾ നാവിനെ അതൊരു തീയാണ്, ഒരു ചെറിയ തീ ഒരു കാട് മുഴുവൻ കത്തിക്കുന്നതൊക്കെ ആ ഭാഗത്തുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കാത്തിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭക്തനാണെന്നല്ലെങ്കിൽ ഭക്തമതിയാണെന്ന് പറയുവാൻ കഴിയുകയില്ല. ആമെ നാവിനെ സൂക്ഷിക്കാതെ, ഒരു കൺട്രോൾ ഇല്ലാതെ ആമെ കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങ് സംസാരിക്കാൻ തുടങ്ങിയാൽ അത് ഭക്തിക്ക് വിരുദ്ധമാണ്, അത് വ്യർത്ഥമാണെന്നാണ് ആമേ യാക്കോബ് അപ്പോസ്തലൻ അവിടെയും വായിക്കുന്നത്. 39-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ കണ്ടല്ലോ. ആമേൻ, എന്താ വായിച്ചത് അവിടെ? 39, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും. വഴികളെ, ഭക്തൻ അതാണ് ചെയ്യേണ്ടത്, വഴികളെ സൂക്ഷിക്കണം. ആമേൻ, സംസാരിക്കുന്നത് സൂക്ഷിക്കണം, കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും ഉണ്ടാകണം. അതിന് മുൻപുള്ള ഭാഗത്ത് ആ യാക്കോബ് അപ്പോസ്തലൻ ലേഖനത്തിൽ തന്നെ അതിന് ആമേ ആ പാരഗ്രാഫ് തുടങ്ങുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. കോപത്തിന് ഇടം കൊടുക്കരുത്. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ ബ്രേക്ക് ചെയ്യുന്നു. ആമേൻ, ആ നിലയിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ വാക്കിനെ നിയന്ത്രിക്കണം, നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. നിയന്ത്രിക്കുവാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ ഭക്തിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ വന്നുകൂടും. ഭക്തിയിൽ നിന്ന് നമ്മൾ പുറത്തു പോകും. ആമേൻ, ആമേൻ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവ ആചരിക്കുന്ന എല്ലാവർക്കും ബുദ്ധിയുണ്ടെന്ന് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ അത് സ്വായത്തമാക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. നമ്മൾ ഇതിനു മുൻപ് കണ്ടല്ലോ. ഹല്ലേലൂയ. എന്താണ് കണ്ടത്? അതെ, ആമേൻ, സ്തോത്രം. ആമേൻ, നമ്മുടെ ജീവിതത്തെ ആമേൻ തന്നെത്താൻ സൂക്ഷിക്കുന്നവനാണ് ഭക്തൻ. ആമേൻ, ഏത് സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് എന്റെ സാഹചര്യമാണ് എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിയെന്ന് പറയുവാൻ ഒരിക്കലും ആർക്കും കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവമാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. നമുക്കറിയാം, ആമേ, എലീശ പ്രവാചകൻ, ഹല്ലേലൂയ, ശൂനേമിലെ ഒരു ധനികയായ സ്ത്രീ, അത് എലീശ പ്രവാചകൻ ആമേൻ അവരുടെ ഭവനത്തിന്റെ അരികത്തൂടെ കടന്നു പോകുമ്പോൾ തന്റെ ഭർത്താവിനോട് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഈ മനുഷ്യൻ ഒരു ദൈവ മനുഷ്യനാണ്. അവൻ, ഹല്ലേലൂയ, അദ്ദേഹം ആമേൻ ആമേ ഒരു ദൈവ മനുഷ്യനാണ്. അദ്ദേഹത്തെ നമ്മുടെ വീട്ടിൽ പാർപ്പിക്കുവാൻ കഴിയും. അത് ഒരു മാളിക മുറി വരെ പണിതു കൊടുക്കുവാൻ കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹം തന്നെത്താൻ സൂക്ഷിക്കുന്നവനാണ്. അദ്ദേഹം ഒരു വിശുദ്ധനാണ്, ഒരു വിശുദ്ധമതി, ഒരു വിശുദ്ധവൻ, ഒരു ഹല്ലേലൂയ, തന്നെത്താൻ സൂക്ഷിക്കുന്നവന് മാത്രമേ ദേശത്ത് സാക്ഷ്യമായി നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ദേശത്ത് സാക്ഷ്യമുള്ളവനായിരിക്കണം. ദേശത്ത് ഹല്ലേലൂയ വലിയ വള്ളി പണിതാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും സാക്ഷ്യം മുറുകെ പിടിക്കണം, സാക്ഷ്യം മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ശത്രുവിന് ഇടം കൊടുക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലും ചെന്ന് നമ്മൾ ഇടപെടുവാൻ ഇടയാകരുത്. ഞാൻ ആരാണ്, ഞാൻ ആരെ വിശ്വസിച്ചു, ആരാണ് എന്നെ ആമേ ഈ വിശുദ്ധ വിളിയാൽ എന്നെ വിളിച്ച് വേർതിരിച്ചത്? ആ വിശുദ്ധന്റെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടില്ലെങ്കിൽ നമ്മുടെ ഭയം, അതെ, നമ്മുടെ ഭക്തി വ്യർത്ഥമാണ്. ഹല്ലേലൂയ. വ്യർത്ഥ ഭക്തി എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ആമേൻ, വ്യർത്ഥമായ ഭക്തിയുമുണ്ട്, ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ ഭാഗത്തേക്ക് ഒത്തിരി പറയുവാനുണ്ടെങ്കിലും സമയം എൻ്റെ ഇവിടെ കടന്നു അത് അതിക്രമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. ആമേൻ. എന്താ? എല്ലാറ്റിൻ്റെ സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെടുക, പോരാ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ദൈവത്തിന്റെ ദാസീദാസന്മാരെ, ഈ നല്ല കർത്താവിനെ, ഹല്ലേലൂയ, ആ വിളി കേട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് ദൈവ ഭയത്തോടെ ഭക്തിയോടെ ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിന്നെ ദൈവം ആദരിക്കുന്ന ഒരു ദൈവമാ. നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമാ. നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമാ എന്റെ ദൈവം. ഓ, നിന്ദിച്ച നിന്റെ ദേശത്ത്, ഓ, വേറൊരു ദേശത്തല്ല, നിന്റെ ദേശത്ത് തന്നെ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമാ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് ഒരിക്കൽ കൂടെ ശക്തിയോടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.